അമേരിക്കയുടെ തിണ്ണനിരങ്ങി മാത്രം പരിചയമുള്ള ഇസ്രായേൽ ആ ആത്മവിശ്വാസവുമായി ഹൂതികൾക്ക് പിന്നാലെ ചെന്നാൽ നിങ്ങളെ പച്ചയ്ക്ക് കൊളുത്താൻ തക്ക ആയുധങ്ങളും ആൾബലവുമായി അവർ സജ്ജമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഗാസയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രൂരതകളെക്കുറിച്ച് ചോദിക്കാൻ ആരുമില്ല എന്ന അഹങ്കാരം തീർന്നു കിട്ടിയല്ലോ. ഇത്രത്തോളം സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഹൂതികൾ നിങ്ങളുടെ കേന്ദ്രത്തിൽ വന്നാണ് ആക്രമണം നടത്തിയത്. ഹമാസിനെതിരെ പോർ വിളിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി എവിടെ പോയി താങ്കളുടെ ചങ്കൂറ്റം? ഹൂതികളെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? തൊട്ടാൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ച യുദ്ധക്കോപ്പുകളും ജൂതനെ തേടിയെത്തുമെന്ന കാര്യം മനസ്സിലാക്കുക. എന്താണ് ഇസ്രായേലിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഹൂതികളുമായി ഇസ്രായേലിന് ഇപ്പോഴുണ്ടായ പ്രശ്നം എന്താണ് എന്ന് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുൻപ് ഒരു ചോദ്യം: ഹൂതികളുമായി ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചാൽ ഇറാൻ നേരിട്ട് ആ യുദ്ധത്തിലേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉത്തരം എന്തായാലും കമന്റ് ചെയ്യൂ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2023 അവസാനം മുതൽ ഇസ്രായേലും യമനിലെ ഹൂതി വിമതരും തമ്മിലുള്ള സംഘർഷം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. അമേരിക്കയെ പോലെ തന്നെ ഹൂതികളുടെ പ്രധാന ശത്രുവാണ് ഇസ്രായേലും. ഇസ്രായേൽ ഗാസയിൽ തീയിടുമ്പോഴൊക്കെ തന്നെ ഹൂതികൾ ഇസ്രായേലിന് പണി കൊടുക്കാറുണ്ട്. ഇത് നിഴൽ യുദ്ധങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് പരിണമിച്ചു വരികയായിരുന്നു. എന്താണ് നിലവിലെ സാഹചര്യമെന്ന് പരിശോധിക്കാം. ടെൽ അവീവിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി മിസൈൽ പതിച്ച് വൻ നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 6 പേർക്ക് പരിക്കേറ്റു. വിമാന സർവീസ് നിർത്തിവെച്ചു. ഡൽഹിയിൽ നിന്നും ടെൽ അവീവിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയാണ് ചെയ്തത്. മെയ് 6 വരെ ടെൽ അവീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും അടിയന്തരമായി നിർത്തിവെക്കുന്നതായി എയർ ഇന്ത്യ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9:35ഓടെയാണ് വിമാനത്താവളത്തിന് നേരെ ഹൂതി മിലിഷ്യയുടെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. റൺവേയിൽ നിന്ന് 100 മീറ്ററോളം അകലെ ടെർമിനൽ 3യുടെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ചാണ് മിസൈൽ പതിച്ചത്. ഇവിടെ വൻ ഗർത്തം രൂപപ്പെട്ടതായി മധ്യ ഇസ്രായേൽ പോലീസ് മേധാവി യായർ ഹെസ്രോണിയെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. ടെർമിനലിനും റൺവേകൾക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇതാദ്യമായാണെന്ന് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി പറഞ്ഞു. ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധത്തെ ഭേദിച്ചുകൊണ്ടാണ് മിസൈൽ പതിച്ചത്. പാട്രിയറ്റ് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം നിരന്തരം ശ്രമിച്ചുവെങ്കിലും ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം കേട്ടതായും മുഴക്കം ഏറെ നേരം നിന്നുവെന്നും വിമാനത്താവളത്തിനകത്തുണ്ടായിരുന്ന AFP ലേഖകൻ റിപ്പോർട്ട് ചെയ്തു. ആയിരക്കണക്കിന് യാത്രക്കാർ ഈ സമയം എയർപോർട്ട് ടെർമിനലുകളിൽ ഉണ്ടായിരുന്നു. സുരക്ഷാ ജീവനക്കാർ ഉടൻ തന്നെ യാത്രക്കാരോട് അഭയം തേടാൻ ആവശ്യപ്പെട്ടതായും പറഞ്ഞു. കുറേ പേർ വിമാനത്താവളത്തിലെ ബങ്കറുകളിൽ അഭയം തേടി. മിസൈൽ വരുന്നതറിഞ്ഞ് പ്രാദേശിക സമയം രാവിലെ 9:18 നിരവധി പ്രദേശങ്ങളിൽ സൈറനുകളും മുഴങ്ങി. വിമാനത്താവളം ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് കണ്ട് മിസൈൽ തടയാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയിരുന്നതായും സൈന്യം പ്രസ്താവനയിൽ പറഞ്ഞു. അതായത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് തടയാൻ ശ്രമങ്ങൾ ഉണ്ടായിട്ടും വിജയിച്ചില്ല എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് ടെൽ അവീവിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 AI-139 വിമാനം ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് വിമാനത്താവളത്തിൽ മിസൈൽ ചെന്ന് പതിക്കുന്നത്. ജോർദാൻ വിമാന അതിർത്തിയിലായിരുന്നു ഈ വിമാനം ആ സമയത്തുണ്ടായിരുന്നത്. ഉടൻ അബുദാബിയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. വിമാനം വൈകാതെ തന്നെ ഡൽഹിയിലേക്ക് മടങ്ങി. എയർ ഇന്ത്യക്ക് പുറമെ ഓസ്ട്രിയൻ, യൂറോവിങ്സ്, സ്വിസ്, ലുഫ്താൻസ, ബ്രിട്ടീഷ് എയർവേസ് തുടങ്ങിയ എയർലൈൻസുകളും താൽക്കാലികമായി സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ബെൻ ഗുറിയോൺ വിമാനത്താവളത്തെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂതി മിലിഷ്യ വക്താവ് യഹിയ സാരി അൽ മാസിറ ടിവിയിൽ പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ തുടർച്ചയായ 4ാമത്തെ മിസൈൽ ആക്രമണമാണ് നടക്കുന്നത്. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പക്ഷം. ഇത്രത്തോളം ഇസ്രായേലിനെ വെറുക്കുന്ന ഈ ഹൂതികൾ ആരാണ്? വടക്കൻ യമന്റെ വലിയ ഭാഗങ്ങൾ നിയന്ത്രിക്കുന്ന ഇറാനുമായി സഖ്യത്തിലുള്ള ഒരു മിലിഷ്യ ഗ്രൂപ്പാണ് ഹൂതി പ്രസ്ഥാനം. 2023 ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ ഒരു സൈനിക നടപടി ആരംഭിച്ചിട്ടുണ്ട്. ഇത് ഫലസ്തീനുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയത്. നിരവധി ഫലസ്തീനുകളെ ഇസ്രായേൽ കൊല്ലുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന് മറുപടിയായി ഫലസ്തീനുകൾക്കുള്ള ഐക്യദാർഢ്യവും ഗാസയിലെ ഇസ്രായേലി നടപടികളോടുള്ള എതിർപ്പും ചൂണ്ടിക്കാട്ടി ഹൂതികൾ ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ താൽപ്പര്യങ്ങളെ ലക്ഷ്യം വെക്കാൻ തുടങ്ങി. ആദ്യമായിട്ടല്ല ഇവർക്കിടയിൽ സംഘർഷം രൂപം പ്രാപിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായത് കേവലം അതിൽ ഒന്ന് മാത്രമാണ്. ഓരോന്നായിട്ടാണ് ഞാൻ ഇനി പറയുന്നത്. ഒന്നാമത്തത് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണമാണ്. അതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്, അതായത് മെയ് 2025. ഇസ്രായേലിലെ ബെൻ ഗുറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ചെന്ന് പതിക്കുന്നു. കുറഞ്ഞത് 8 പേർക്ക് പരിക്കേൽക്കുകയും വിമാനത്താവള പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യേണ്ടി വന്നു. ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം ഉണ്ടായിരുന്നിട്ടും മിസൈൽ പ്രതിരോധത്തിലേക്ക് തുളച്ചു കയറി. ഇത് അപൂർവമായ ഒരു ലംഘനമായിട്ടാണ് അടയാളപ്പെടുത്തിയത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഹൂതികളെ ഇറാൻ പിന്തുണയ്ക്കുന്നതാണ് ആക്രമണത്തിന് കാരണമെന്നാണ് ഈ കുറിയും ഇസ്രായേലിന്റെ വാദം. രണ്ടാമത്തത് ടെൽ അവീവിലുണ്ടായ ഡ്രോൺ ആക്രമണമാണ്. 2024 ജൂലൈയിൽ ടെൽ അവീവിലെ ഒരു അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ ഹൂതികൾ ഡ്രോൺ ആക്രമണം നടത്തുകയുണ്ടായി. ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമായിരുന്നു ഇത്. ജാഫ എന്ന് പേരിട്ടിരിക്കുന്ന ഡ്രോൺ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരിഷ്കരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേലിന്റെ മണ്ണിൽ ഹൂതികളുടെ ആദ്യത്തെ വിജയകരമായ ആക്രമണമാണിത്.
യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ. 2024 ഡിസംബറിൽ ഇസ്രായേലിന്റെ പ്രദേശത്തുണ്ടായ ഹൂതി ആക്രമണങ്ങൾക്ക് പ്രതികാരമായി തുറമുഖങ്ങളും പവർ സ്റ്റേഷനുകളും ഉൾപ്പെടെയുള്ള യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തിരുന്നു. ഈ ആക്രമണങ്ങളിൽ സാധാരണക്കാർക്ക് ജീവഹാനി സംഭവിക്കുകയും അടിസ്ഥാന സൗകര്യങ്ങൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. 4. ഹൂതികൾക്ക് നേരെയുള്ള യുഎസിന്റെയും യുകെയുടെയും സൈനിക നടപടി. യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ വ്യോമനാവിക ആക്രമണ പരമ്പരയായ ഓപ്പറേഷൻ റഫ് റൈഡർ 2025 മാർച്ചിൽ അമേരിക്ക ആരംഭിക്കുന്നു. ഹൂതിയുടെ മിസൈൽ, ഡ്രോണുകൾ എന്നിവയുടെ ശേഷി ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഈ പ്രവർത്തനം. 2025 ഏപ്രിലിൽ യുണൈറ്റഡ് കിങ്ഡം ക്യാമ്പയിൻ ചേർന്നു. 5. ചെങ്കടലിൽ ഷിപ്പിംഗിൽ ഹൂതികളുടെ ആക്രമണം. 2023 നവംബർ കാലഘട്ടം മുതൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചെങ്കടലിലെ വാണിജ്യ കപ്പലുകളെ ഹൂതികൾ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഈ ആക്രമണങ്ങൾ ആഗോള ഷിപ്പിംഗ് റൂട്ടുകളെ തടസ്സപ്പെടുത്തുകയാണ്. സമുദ്രവ്യാപാരം സുരക്ഷിതമാക്കുന്നതിന് അന്താരാഷ്ട്ര പ്രതികരണങ്ങളെ പ്രേരിപ്പിക്കാനും ഈ സംഭവത്തിന് കഴിഞ്ഞു. എന്തായാലും ഇസ്രായേലിന് സ്വന്തം ചങ്ങാതിക്ക് വേണ്ടി ഹൂതികളോട് മുട്ടാനാണ് നിൽക്കുന്നതെങ്കിൽ അത് വലിയ ആപത്തിലേക്ക് പശ്ചിമേഷ്യയെ കൊണ്ടിടുമെന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴടുത്ത ദിവസങ്ങളായി ഇസ്രായേൽ നിന്ന് കത്തിയ കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. തീ അണയ്ക്കാൻ വേണ്ടി ലോകത്തിന്റെ കാൽ പിടിച്ച ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ നമ്മൾ കണ്ടു. ഇസ്രായേൽ ഗാസയിൽ ചെയ്തു കൂട്ടിയതിന് ഉടയ തമ്പുരാൻ നൽകിയ ശിക്ഷയാണിതെന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് പ്രയാസമല്ലേ? പതിറ്റാണ്ടുകളായി ഫലസ്തീൻ ജനതയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, അധിനിവേശം, അനീതി എന്നിവയിൽ നിന്നുണ്ടായ ഒരു പദമായി തന്നെയാണ് ഗാസയുടെ ശാപം എന്ന വീക്ഷണത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇത് പറയുമ്പോൾ ചിലർക്ക് കാവ്യാത്മകമോ അല്ലെങ്കിൽ അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നിയേക്കാം. പക്ഷെ ആ ജനതയുടെ പ്രതിരോധവും ആശ്വാസവുമാണെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിവൈകാരികതയുടെ മുകളിലായിരിക്കാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ വിശാലമായ ആഹ്വാനത്തിൽ എന്തുകൊണ്ട് ഗാസയുടെ ശാപം പ്രാധാന്യം അർഹിക്കുന്നു എന്നതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അതിനാദ്യം പശ്ചിമേഷ്യയുടെ ചരിത്രവും വർത്തമാനകാലവും അറിയുന്ന മെഡിറ്ററേനിയൻ കടൽ സമ്പുഷ്ടമാക്കിയ ആ തീരത്തെക്കുറിച്ച് അറിയണം. ഞാൻ പറയുന്നത് ഗാസയെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ളതും അതുപോലെ തന്നെ ദരിദ്രവുമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഈ ഗാസ. 2007 ഇസ്രായേൽ ഏർപ്പെടുത്തിയ ഉപരോധം മുതൽ ഹമാസ് ഈ സ്ട്രിപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഗാസ ആവർത്തിച്ചുള്ള സൈനിക കടന്നുകയറ്റങ്ങൾ, വ്യോമാക്രമണങ്ങൾ, സഞ്ചാര നിയന്ത്രണങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്നിവ നേരിടേണ്ടി വന്ന പ്രദേശം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകൾ സംഘർഷങ്ങളിൽ മരിച്ചു വീണു. യുദ്ധവും സംഘർഷങ്ങളും അവിടെ പിറന്നു വീഴുന്ന തലമുറകളിലും പ്രതിധ്വനിച്ചു തുടങ്ങി. അധിനിവേശങ്ങൾ കൂടുതൽ മാനുഷിക പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു. ഗാസയുടെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ ഇസ്രായേൽ ഒരു അയൽക്കാരനല്ല, മറിച്ച് ഒരു അടിച്ചമർത്തലുകാരനാണ്. അതിന്റെ വികസിത സൈനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ആണവശേഷികളും ഉപയോഗിക്കുന്നത് ഗാസയെ ഈ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കാനാണോ എന്ന സംശയത്തിന് വരെ കാരണമായിട്ടുണ്ട്. ഗാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാനും അവിടെ ക്ഷാമമുണ്ടാക്കി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയ ഇസ്രായേലിനെതിരെ ഗാസ നിലനിൽക്കുന്നു. 2023 ഒക്ടോബർ 7 മുതൽ ഹമാസിനെ മുച്ചോട് മുടിപ്പിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തെത്തിയ ഇസ്രായേൽ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളാണ് അവിടെ നടപ്പിലാക്കിയത്. അത്രയും ഇസ്രായേലിലൂടെ കാട്ടുതീ പടരുമ്പോൾ, പ്രത്യേകിച്ച് ചരിത്രപരമായ ഫലസ്തീൻ ഗ്രാമങ്ങൾക്ക് മുകളിൽ നിർമ്മിച്ച പ്രദേശങ്ങളിൽ ചില ഫലസ്തീനികളും അവരുടെ അനുഭാവികളും അവയെ ഒരുതരം പ്രപഞ്ച നീതിയായോ ദൈവിക പ്രതികാരമായിട്ടോ വ്യാഖ്യാനിക്കുന്നതിൽ എന്താണല്ലേ തെറ്റ്? എന്തായാലും ഹൂതികളുമായിട്ടുള്ള ആക്രമണമാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഇനി വരാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.